മദ്യവും മയക്കുമരുന്നും അവരെ മനുഷ്യരല്ലാതെയാക്കി മാറ്റുന്നു. സിനിമയും അതുപോലെയുള്ള വൃത്തികെട്ട വീഡിയോകളും കണ്ട് ഇമോഷണലി ചൂടായി നിൽക്കുന്നവന്റെ മുന്നിൽ മയക്കുമരുന്നിന്റെ സ്വാധീനം കൂടി എത്തുമ്പോ ഇതെന്റെ പെറ്റമ്മയാണെന്ന ബോധത്തിൽ നിന്ന് അവൻ മാറുന്നു. ഇതെന്റെ പെങ്ങളാണെന്ന ശ്രദ്ധയിൽ നിന്ന് അവൻ മാറി സഞ്ചരിക്കുന്നു. അവന്റെ മുന്നിൽ രണ്ടുപേരും കേവലം സ്ത്രീകൾ മാത്രം. അങ്ങനെയാണ് സ്വന്തം മകനെ കൊണ്ട് കാസർകോട്ടിലെ ഒരു മാതാവിന് ഗർഭം പേറേണ്ടി വരുന്നത്. അങ്ങനെയാണ് നിരവധി സഹോദരിമാർക്ക് അവരുടെ സഹോദരന്മാരിൽ നിന്ന് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞാൻ പ്രലോഭിതനായി പോയി എന്നാണ് കൗൺസിലറുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്. അച്ഛൻ കയ്യും പിടിച്ച് മോളെയും കൊണ്ട് അബോർഷന് ചെല്ലുന്നു ഒരു ആശുപത്രിയിലേക്ക്. അത് പാടില്ലെന്നും പറഞ്ഞ് കൗൺസിലിംഗ് കൊടുക്കുന്നു. ആ സമയത്ത് അച്ഛൻ പറയുന്നത്, ഇത് ഞാൻ സംരക്ഷിക്കാം, പ്രസവിക്കാൻ സമ്മതിക്കാൻ ചെയ്യാം, ഇത് എന്റെ മോളാണ്, ഇവൾക്ക് ഈ സംഭവം ഉണ്ടായത് അവന്റെ സ്വന്തം സഹോദരനിൽ നിന്നാണ്, എന്റെ മോനിൽ നിന്ന്, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോ ഈ ചെറുപ്പക്കാരനെ വിളിച്ച് കൗൺസിലർ സംസാരിക്കുകയാണ്. ആ സമയത്ത് അവൻ പറഞ്ഞത് ഒരു പ്രമുഖമായ വാരികയിൽ വന്നിരുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, അന്ന് പപ്പയില്ലായിരുന്നു വീട്ടിൽ, മമ്മിയില്ലായിരുന്നു വീട്ടിൽ, ഞാനും സിസ്റ്ററും ഒന്നിച്ച് സിനിമ കാണാനിരുന്നു. സിസ്റ്റർ സ്ലീവ്ലെസ് ആയ ഒരു ടീഷർട്ടായിരുന്നു ധരിച്ചത്, ഒരു ട്രൗസറും, ഞാനും ഒരു ബർമൂഡായിട്ടായിരുന്നു. ആ സിനിമ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലുള്ള നായകനും നായികയും കളിക്കുന്ന കളി കണ്ട് സാറേ ഞാൻ പ്രലോഭിതനായി പോയി എന്നാണ്. സാറേ ഞാൻ പ്രലോഭിതനായി പോയി. തൊട്ടടുത്തിരിക്കുന്നത് തന്റെ പെങ്ങളാണെന്ന് അവൻ തൽക്കാലത്തേക്കെങ്കിലും മറന്നുപോയി. അവൻ യുക്തിവാദിയായി എന്നർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. മുഅ്മിനായിട്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല. ആ നിമിഷത്തേക്ക് അവൻ യുക്തിവാദിയായി മാറുന്നു. ആ നിമിഷത്തേക്ക് അവൻ യുക്തിവാദിയായി മാറുന്നു. മതത്തിന്റെ ധാർമ്മിക ശീലുകൾ മാറ്റിവെക്കുന്നു. ലാ തഖ്റബു സിന, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്ന ഖുർആനിന്റെ വാക്യം അവൻ മറന്നു പോകുന്നു. അവൻ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. നല്ലൊരു സന്ദർഭം, നല്ലൊരു ചാൻസ്, ഞാൻ എന്തിനത് ഒഴിവാക്കണമെന്ന് അവൻ വിചാരിക്കുന്നു. യുക്തിയെ പ്രമാണമാക്കി പരിശുദ്ധ റസൂലിന്റെ വചനങ്ങളും ഖുർആനിന്റെ വാക്യങ്ങളും ഉപേക്ഷിച്ച് ആത്മീയതയിൽ നിന്നും മതത്തിൽ നിന്നും മാറി തൽക്കാലത്തേക്ക് അവൻ യുക്തിവാദിയായി മാറുന്നു. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. മുഅ്മിനായിക്കൊണ്ട് ഒരുത്തന് വ്യഭിചരിക്കാൻ കഴിയില്ല. അവൻ യുക്തിവാദിയായാണ് വ്യഭിചരിക്കുന്നത്.